ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കണ്ണൂർ സ്പെഷ്യൽ ചിക്കൻ നെരിപ്പടമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. 1/2 ഗ്ലാസ് ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് ചെറിയ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് കഴുകി 4 മണിക്കൂർ കുതിർത്തി വെക്കാം. 150 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് 4 വിസിൽ വരുത്താം. ഇപ്പോൾ 4 വിസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ചിക്കനിൽ വെള്ളമൊന്നുമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നാടൻ വിഭവങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. അതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളക്, വലിയ പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കുറച്ച് വേപ്പില, 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് സോട്ടായി കിട്ടാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ ചിക്കനിലും ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊരു 3 തൊട്ട് 4 മിനിറ്റ് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇപ്പം 4 മിനിറ്റ് കഴിഞ്ഞു, ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് വെക്കാം. ഇപ്പൊ 3 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു തേങ്ങയിൽ നിന്നെടുത്ത 1.5 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ മിക്സിയുടെ ജാറിലേക്ക് ഊറ്റി വെച്ച ബിരിയാണി അരി ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം പാടില്ല. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 കോഴിമുട്ട ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു തേങ്ങയിൽ നിന്നെടുത്ത 1.5 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഒട്ടും തരിയൊന്നും പാടില്ല. ഈ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. എല്ലാ സൈഡിലേക്കും നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്കതിലേക്ക് പകുതി ഭാഗം അരി അരച്ചത് ഒഴിച്ചു കൊടുക്കാം. അതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ മസാല മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പൊ എല്ലാ ഭാഗങ്ങളിലേക്കും ആയിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിലേക്ക് ബാക്കിയുള്ള അരി അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ അരി അരച്ചത് മൊത്തമായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെക്കാം. ഇപ്പൊ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് മറ്റൊരു പാൻ വെക്കാം. പാനിന്റെ മുകളിലേക്ക് ഇത് വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് വേവിക്കാം. ഇനി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും. കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. 15-20 മിനിറ്റ് കഴിയുമ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ടാവും. ഇനി മൂടി വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ നെരിപ്പടം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു പാനിലേക്ക് ഇതൊന്ന് മറിച്ചിടാം. ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ മറ്റൊരു പാനിൻ്റെ മുകളിലേക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇനി ഇത് മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് മറിച്ചിടാം.
നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സൂക്ഷിച്ച് വേണം മറിച്ചിടാനായിട്ട്. ചൂടാറിയിട്ട് വേണം ഇടാൻ. ഇപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പായിട്ട് നമ്മളുടെ ചിക്കൻ നെരിപ്പടം കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ നെരിപ്പടം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.